അപ്പോൾ നമുക്ക് നേരത്തെ ഒരു അതിഥി നമ്മുടെ മീഡിയ മണ്ഡപ കലോത്സവ വേദിയിലേക്ക് വന്നിരുന്നു. അത് ആരാണെന്ന് അറിയാമോ? മന്ത്രി ആർ ബിന്ദു. മന്ത്രി ആർ ബിന്ദു കേവലം ഒരു മന്ത്രിയാണെന്ന് മാത്രം ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മന്ത്രി വന്നപ്പോൾ ഓർത്തെടുത്തത് പഴയ കഥകളി കാലഘട്ടം കൂടിയാണ്. അപ്പൊ ഞാൻ നിർബന്ധിച്ചപ്പോൾ 1-2 മുദ്രകളൊക്കെ നമുക്കായിട്ട് കാണിച്ചു തരികയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ പ്രേക്ഷകർക്കായി എടുത്തു. ജിൽസിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഒന്ന് സംസാരിച്ചായിരുന്നു നമ്മുടെ പവലിൽ വെച്ച്. അതൊന്ന് കണ്ടുവരുന്നു. അപ്പോൾ കലോത്സവം ഇങ്ങനെ വേദികളിൽ മത്സരങ്ങൾ ആടി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ വേദികളിൽ നിന്ന് വേദികളിലേക്ക് കയറി ഇറങ്ങി പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്ന ഒരാൾ കൂടെ നമുക്കുണ്ട്. മിനിസ്റ്റർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആണ്. മിനിസ്റ്റർ, പഴയ കലോത്സവ ഓർമ്മകളൊക്കെ ഇങ്ങനെ പൊടി തട്ടി എടുക്കാൻ തോന്നുന്നുണ്ടോ ഇവിടെ വരുമ്പോൾ? കലോത്സവ വേദികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വൈകാരികതയാണ്. കാരണം നമ്മളെ ജീവിതത്തിലെ വസന്തകാലമായിരുന്നു ആ കാലഘട്ടം. തന്നെയല്ല, ഒരുപാട് സൗഹൃദങ്ങൾ ഞാൻ കണ്ടെടുത്ത വേദികൾ കൂടിയാണ് കലോത്സവങ്ങൾ. അപ്പോൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ആത്മബന്ധങ്ങളാണ് കലോത്സവ വേദികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ നടന്ന് കാണുമ്പോഴേ പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നത്. എനിക്ക് ഒന്നും കൂടെ ആ സ്റ്റുഡൻ്റായിട്ട് ഈ വേദിയിലൊക്കെ കയറി ഒന്ന് എന്തെങ്കിലും അവതരിപ്പിക്കാൻ പറ്റിയെങ്കിലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടോ? തീർച്ചയായും. ഉത്തരവാദിത്തങ്ങളുടെ ഭാരമൊന്നും ഇല്ലാതെ വളരെ നൈസർഗികവും നിർമ്മലവുമായിട്ടുള്ള ഈ സർഗാത്മകത മാത്രം അതിൻ്റെ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു കാലമാണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് കൗമാര കാലയളവ്. പരീക്ഷിക്കാത്ത കലാരൂപങ്ങളില്ല എന്നുള്ള മാതിരി എല്ലാത്തിലും തൊട്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം കഴിഞ്ഞാലും കലോത്സവ വേദിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ആ സ്വീറ്റ്നെസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. മിനിസ്റ്റർ, ആ സമയത്തുള്ള കഥകളി പദമൊക്കെ ഓർമ്മയുണ്ടോ? ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാൻ. കഥകളി പദം ഓർമ്മയ്ക്കുണ്ട്. അത് ഓർമ്മ ഉണ്ടെങ്കിലല്ലേ കളിക്കാൻ പറ്റൂ. പക്ഷെ പാടാൻ പറ്റില്ല. ഞാൻ പാടില്ല. പാട്ട് പാടാറില്ല. അതുകൊണ്ട് പാട്ട് പാടാറില്ല. പക്ഷെ മാം, എനിക്ക് അതൊക്കെ മാമിന് ഇപ്പോഴും ആ മുദ്ദൊക്കെ ഓർമ്മയുണ്ടോ? അന്നത്തെ എത്ര വർഷം മാം കഥകളി അഭ്യസിച്ചു? ഞാൻ 10 വർഷത്തിലേറെ പഠിച്ചു. അപ്പൊ ഇപ്പൊ ഒരു ടച്ചും ഇല്ല? ഇപ്പൊ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം കളിച്ചു ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ പ്രാക്ടീസ് ഉണ്ടോ? പ്രാക്ടീസ് ഒന്നുമില്ല. സമയം കിട്ടില്ലല്ലോ, മന്ത്രിയല്ലേ. അതെ അതെ. മാം, എനിക്ക് കുറച്ച് കഥകളി മുദ്രകളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ? എന്തോ ഒന്ന് പറഞ്ഞു തരുമോ നമ്മുടെ പ്രേക്ഷകർ കൂടെ ആയിട്ട്? നിങ്ങൾ പറഞ്ഞോളൂ. എന്താ? അല്ല, എനിക്ക് പറയാൻ വേണ്ടി അറിയില്ല. ശരി, അപ്പൊ അത് മൈക്കും പിടിച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ പിടിക്കും. അപ്പൊ സുന്ദരി എന്നുള്ളത് കാണിക്കാം. സുന്ദരി ഇങ്ങനെയാണ്. സുന്ദരി, അതാണ് സുന്ദരി. സുന്ദരനും അത് തന്നെ. സുന്ദരിയാകുമ്പോ സുന്ദരനും അത് തന്നെയായിരിക്കും. സുന്ദരൻ ആണുങ്ങൾക്ക് മുഷ്ടിയാണ്, ഇത് സ്ത്രീയാണ്. ഓ, അപ്പൊ സുന്ദരൻ മുഷ്ടി വെച്ചിട്ട് കാണിക്കുന്നു. പിന്നെ വേറൊന്ന് താമര എന്നാണ്. താമരപ്പൂവിന്റെ പടം വച്ചില്ല എന്നാണല്ലോ പരാതി. താമര വിരിഞ്ഞു. തോന്നിയ താമര വിരിഞ്ഞു. പിന്നെ കണ്ണൊക്കെ മാം, കണ്ണിന് ഇങ്ങനെയൊക്കെ അതൊക്കെ നല്ല നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. അതെ അതെ. മാം ഒന്ന് കാണിച്ചു. കണ്ണത്തിന്റെ കൂടെ കാണിക്കണം. ഇങ്ങനെ എന്തായാലും ആവുള്ളൂ. അതിൽ കുറെ ഭാവങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെ ഡാൻസിൽ പോലെ തന്നെ ഒരുപാട് ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറിഞ്ഞു. അതായത് ഈ മുദ്രയുടെ കൂടെ നമ്മുടെ കണ്ണും സഞ്ചരിക്കണം, എന്നാലേ അതിന്റെ പൂർണ്ണത വരുള്ളൂ. ശരി മാം, താങ്ക് യു. എന്തായാലും കലോത്സവ ഓർമ്മകൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.